മര്യാദക്ക് ഇറങ്ങി പോടോ വെളിയില്. ഗൗതം ഗൗതം ഇറങ്ങിപ്പോൻ. ഗൗതം ഗൗതം ഇറങ്ങിപ്പോടോ. സ്റ്റോപ്പ് ഇറ്റ്. വരൂ ഇൻസ്പെക്ടർ, കയറി വന്നോളൂ. കൃത്യസമയത്ത് തന്നെ പോലീസ് എത്തി. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി എന്താണ് പ്രശ്നം സാർ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. മിസ്റ്റർ ചന്ദ്രബോസ് എന്നെ ചതിച്ചതാണ്. ഒരു കള്ള ഡോക്യുമെന്റിലാണ് ഇയാൾ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചത്. പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണോ സാർ? എന്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ് സൈൻ ചെയ്ത് പണം വാങ്ങിയത് ഈ നിൽക്കുന്ന ഗൗതമാണ്. ഇപ്പോ ഡോക്യുമെന്റ് അതല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സമ്മതിച്ചു കൊടുക്കുക സാർ? ശരി, ആ എഗ്രിമെന്റ് എവിടെ? സർ മിസ്റ്റർ ഗൗതം ഗോപിനാഥ്. സർ, ഇതിലാരാ സൈൻ ചെയ്തിരിക്കുന്നത്? ഞാൻ തന്നെയാണ്. അങ്ങനെ ആയാൽ പിന്നെ സാർ പറഞ്ഞ കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ലോ സാർ. ഈ എഗ്രിമെന്റുമായി സാറ് കോടതിയിലേക്ക് വന്നാൽ അവർ കേസ് പരിഗണിക്കുക പോലുമില്ല. ഇതിലൊരിക്കലും ഗൗതം ഗോപിനാഥിന് അനുകൂലമായി ഒരു വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്തുന്നതായിരിക്കും നല്ലത്. നടക്കില്ല സർ, ചീറ്റിംഗ് ആണിത്. ഞാനത് കോടതിയിൽ തെളിയിക്കും. അങ്ങനെ തർക്കം തുടർന്ന് കോടതിയിലേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഞങ്ങൾക്ക് ഈ വീട് സീൽ ചെയ്യേണ്ടതായി വരും. ആലോചിച്ച് തീരുമാനം എടുക്ക്. വേഗം വേണം, അല്ലെങ്കിൽ രണ്ടും കൂടെ വേഗം ഇറങ്ങാൻ നോക്ക്. സർ പ്ലീസ്, ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. സാർ ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഒരു 10 മിനിറ്റ് മതി. ശരി, വേഗം വേണം. വാ. അതെ, SI 10 മിനിറ്റ് സമയമേ തന്നിട്ടുള്ളൂ.